പ്രിയമുള്ളവരെ സ്വാഗതമരുളുന്നു, സുസ്വാഗതമരുളുന്നു, സുസ്വാഗതമരുളുന്നു. 25ാം വാർഷിക നിറവിൽ ആഹ്ലാദത്തിനാകാശം, അഭിമാനത്തിൻ പൊൻതൂവൽ, അഭിമാനത്തിൻ പൊൻതൂവൽ. സ്വാതന്ത്ര്യത്തിൻ കതിരുകൾ വീശി ജൂബിലി എന്നും നിറയുന്നു, ജൂബിലി എന്നും നിറയുന്നു. കാലത്തിന്റെ കുളമ്പടി ശബ്ദം കേട്ടുണർന്നവർ നമ്മൾ, അറിവുകൾ തൻ പുതുലോകം തേടി ജൂബിലിയുടെ വിജയ പതാക വാനിലുയരുന്നു, വാനിലുയരുന്നു. അബലകളെന്നും ചപലകളെന്നും പല പരിഹാസ പേരുകളിൽ വ്യവഹരിച്ചൊരു വർഗത്തെ അടിച്ചമർത്തി ഭരിച്ചൊരു കാലം കടന്നുപോയല്ലോ, കടന്നുപോയല്ലോ. അടുക്കളപ്പുകൾ ചുരുളിനുള്ളിൽ കുരുങ്ങി നിന്നൊരു ജീവിതമാകെ വിമോചനത്തിൻ ശങ്കൊലിനാദം മാറ്റിമറിച്ചല്ലോ, മാറ്റിമറിച്ചല്ലോ. പീഡനമില്ല, ഭീതിയുമില്ല, അടിച്ചമർത്തരുമില്ലിവിടെ. സ്വന്തം കാലിൽ നിൽക്കാമെന്നൊരു വിശ്വാസത്തിൻ കരുത്തുമായി അബലകളല്ലിനി പ്രബലകൾ നമ്മൾ. നാടിൻ നായകരല്ലോ, നാടിൻ നായകരല്ലോ. സൃഷ്ടിയും നമ്മൾ, സ്ഥിതിയും നമ്മൾ, സംഹാരത്തിൻ മൂർത്തിമമായ ഭാവവും നമ്മൾ, ഗേഹവും നമ്മൾ. കേരം തിങ്ങും കേരള മണ്ണിൽ കൽപ്പക വൃക്ഷം നട്ടുവളർത്താൻ അണിയായി അണിയായി അണമുറിയാതെ പുത്തൻ കാർഷിക സംസ്കാരത്തിൻ ഭൂമിയൊരുക്കി നമ്മൾ, ഭൂമിയൊരുക്കി നമ്മൾ. ഗൃഹാങ്കണത്തിൽ നട്ടുവളർത്തിയ ബാങ്കിൻ കരുതലിലൂടെ സ്വയം സഹായ മന്ത്രവുമായി ജൂബിലി എന്നും മുന്നോട്ട്, ഇനിയും മുന്നോട്ട്, ഇനിയും മുന്നോട്ട്. മാരകമായ വിഷം തീണ്ടുന്ന മയക്കുമരുന്നിനെതിരായി സംഹാരത്തിൻ ഊർജവുമായി ഐതിഹാസിക പോരാട്ടത്തിൻ വഴികൾ തുറന്നു നമ്മൾ, വഴികൾ തുറന്നു നമ്മൾ. പിന്തിരിഞ്ഞോടില്ല ഞങ്ങൾ, ഒരിക്കലും പിന്നോട്ടു പോകാൻ മനസ്സുമില്ല. ഈ രജതോത്സവത്തിന്റെ പ്രൗഢിയിൽ നിന്നിതാ പാടുന്നു ഞങ്ങൾ ഈ വിജയമന്ത്രം, പാടുന്നു ഞങ്ങൾ ഈ വിജയമന്ത്രം. നമുക്കിലുയരാം, നടുവിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം. സ്വാഗതമരുളുന്നു, സുസ്വാഗതമരുളുന്നു. 25ാം വാർഷിക നിറവിൽ സ്വാഗതമരുളുന്നു, സുസ്വാഗതമരുളുന്നു, സുസ്വാഗതമരുളുന്നു. ജനനേതാക്കളെ, പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം ജൂബിലി സ്വയം സഹായ സംഘത്തിന്റെ അംഗങ്ങൾക്ക് ആഹ്ലാദകരമായ അഭിമാന നിമിഷമാണ്. 25 സംവത്സരങ്ങൾക്ക് മുൻപ് 2000 ഏപ്രിൽ 15 ആണ് ജൂബിലി സ്വയം സഹായ സംഘം രൂപീകൃതമായത്. നീണ്ട 25 വർഷം പിന്നിട്ട് സിൽവർ ജൂബിലിയുടെ നിറവിൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കപ്പെടുകയാണ്. സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗ്രാമവികസനം എന്നീ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി സാമൂഹികവും സാമ്പത്തികവും മാനസികവുമായ അഭിവൃദ്ധിക്ക് വേണ്ടി പിന്നിട്ട വഴിത്താരയിൽ ഞങ്ങൾ നടത്തിയ എളിയ പ്രവർത്തനങ്ങൾ ഒളിമങ്ങാതെ ഓർമ്മയിലുണ്ട്. വിസ്താരമായ കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും അനുഭവങ്ങളും ഇവിടെ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉണ്ണികുളം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് സംഘം പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് ജനനന്മാർ റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയും സംഘങ്ങളുടെ മോണിറ്ററിംഗ് കമ്മിറ്റിയും പകർന്നു തന്ന ദിശാബോധത്തിന്റെയും മാർഗനിർദ്ദേശത്തിന്റെയും പിൻപറ്റിയാണ് സംഘം വളർന്ന് ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നത്. എല്ലാ ആഴ്ചകളിലും യോഗം ചേർന്ന് ചെറു സമ്പാദ്യം സമാഹരിച്ച് ലളിതമായ രീതിയിൽ വായ്പകൾ നൽകുന്ന വീട്ടുമുറ്റത്തെ ബാങ്കായാണ് ഞങ്ങളുടെ ഒന്നാമത്തെ പ്രവർത്തനം. 10
രൂപയിൽ തുടങ്ങിയ നിക്ഷേപം 1 ലക്ഷം പിന്നിട്ട വേളയിലാണ് സിൽവർ ജൂബിലി ആഘോഷിക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. 5000 രൂപ ലളിതമായ വായ്പ കൊടുത്തിരുന്ന സ്ഥാനത്ത് ഒരംഗത്തിന് 3 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുന്ന ബൃഹത്തായ വായ്പ കൊടുക്കുന്ന ബാങ്കായി മാറാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. സമ്പാദ്യ നിക്ഷേപത്തിലും വായ്പാ തിരിച്ചടവിലും കൃത്യത പുലർത്തി ജനാധിപത്യപരമായ പാതയിലൂടെയാണ് സംഘം വളർന്നു വലുതായത്. സമ്പാദ്യ നിക്ഷേപം നടത്തുന്നതിന് വേണ്ടി സംഘത്തിലെ അംഗങ്ങൾ നിരവധി സ്വയം തൊഴിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുണ്ടായി. ബേക്കറി പലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം. പിന്നീട് ആട് വളർത്തൽ, കോഴി വളർത്തൽ എന്നീ രംഗങ്ങളിലേക്ക് കടന്നു. ആട് വളർത്തലിനും കോഴി വളർത്തലിനും കുന്നിക്കുളം പഞ്ചായത്തിൽ നിന്ന് ധനസഹായം അനുവദിച്ച് കിട്ടിയിരുന്നു. ഓർക്കുന്നു, ഈന്താടൻപൊയിൽ അമ്മദാജിയുടെ വയലിൽ സ്ഥിരമായി പച്ചക്കറി കൃഷി നടത്തി വരുന്നു. ഉണ്ണിക്കുളം സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ ചെറിയ വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി സംഘത്തിലെ 6 അംഗങ്ങൾ തയ്യൽ മെഷീൻ വാങ്ങി. അതുപോലെ സോപ്പ് നിർമ്മാണത്തിൽ പരിശീലനം നേടിയെങ്കിലും ഒരു സംരംഭമായി തുടരാൻ കഴിഞ്ഞില്ല. തൊഴിൽ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ കാര്യമായ വരുമാനം നേടിത്തരാൻ ഉപകരിച്ചില്ലെങ്കിൽ പോലും അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കണം എന്ന അടങ്ങാത്ത ആഗ്രഹം അംഗങ്ങളിൽ ഉണ്ടാക്കാൻ തൊഴിൽ പ്രവർത്തനങ്ങളുടെ വിജയപരാജയങ്ങൾ ഉപകരിച്ചിട്ടുണ്ട്. അതിൽ പിന്നീട് വിവിധ കച്ചവട സ്ഥാപനങ്ങളിലും തൊഴിൽ കേന്ദ്രങ്ങളിലും ഓരോ തൊഴിൽ തേടിപ്പിടിക്കുകയാണ് ചെയ്തത്. ആ നിലയിൽ സ്വന്തം വരുമാനം കൊണ്ടാണ് ഓരോ അംഗങ്ങളും ലക്ഷങ്ങളുടെ നിക്ഷേപ സാധ്യതയിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചെറുതും വലുതുമായ നിരവധി ആവശ്യങ്ങൾക്ക് സംഘത്തിലെ വായ്പകൾ അംഗങ്ങൾക്ക് ഉപകാരമായി തീർന്നിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ടത് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അമ്മമാർ എന്ന നിലയിൽ എടുത്ത വായ്പ ഉപകരിച്ചിട്ടുണ്ട്. നിരന്തരമായ കൂട്ടായ്മ പ്രവർത്തനങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും നിരവധി മീറ്റിംഗുകൾ പങ്കെടുക്കാൻ അവസരങ്ങൾ ലഭിച്ചതിലൂടെയും അംഗങ്ങളുടെ അറിവും ബോധ നിലവാരവും പടിപടിയായി വളർത്തിക്കൊണ്ട് പങ്കുവെച്ചും കൂട്ടായ്മയുടെ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ സിൽവർ ജൂബിലിയിലേക്ക് പ്രവേശിക്കുന്നത്. അസുഖങ്ങളും കുടുംബത്തിൽ മരണങ്ങളും ദുരിതങ്ങളും മറ്റു പ്രയാസങ്ങളും സംഭവിക്കുമ്പോൾ സംയുക്ത ഘട്ടങ്ങളിൽ ഓടിയെത്തുന്ന സുഹൃത്തിനെ പോലെ പ്രവർത്തിച്ച പാരമ്പര്യമാണ് സംഘത്തിനുള്ളത്. അതുപോലെ സംഘാംഗങ്ങളുടെ സന്തോഷങ്ങളും സംഘം സജീവ പങ്കാളിയാണ്. സംഘാംഗങ്ങളെ പങ്കെടുപ്പിച്ച്